നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ്. അതിർത്തികൾ പങ്കിടാത്ത 1000 കിലോമീറ്റർ അകലെയുള്ള രണ്ട് രാജ്യങ്ങൾ. എന്നിട്ടും ഇറാന്റെ ഓരോ ചലനവും ഇസ്രായേൽ അറിയുന്നു. ഏറ്റവും ഒടുവിൽ ഇറാൻ സുരക്ഷാ തലവൻ അലി ലാരിജാനി കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ സുരക്ഷാ കോട്ടകൾ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ തകരുന്നത്? മൊസാദിന്റെ ചാരശൃംഖലകളുടെ കരുത്ത് എത്രത്തോളമാണ്? നമുക്ക് നോക്കാം. ഇറാൻ ഭരണകൂടത്തിന്റെ നെടുംതൂണുകളെ ഒന്നൊന്നായി തകർക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ പയറ്റുന്നത്. ഇറാന്റെ ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ സുരക്ഷാ കൺസൾട്ടൻസി സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഇറാൻ അത് നികത്താനാകാത്ത നഷ്ടമായിരിക്കും. 2026 ഫെബ്രുവരി 28-ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ലോകത്തെ അമ്പരപ്പിച്ച വാർത്തയായിരുന്നു. ഈ ഓപ്പറേഷന് പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ഇസ്രായേലിന്റെ മൊസാദും കൈകോർത്തു. ഖമേനിയുടെ ഓരോ നീക്കവും മാസങ്ങളോളം ഇവർ നിരീക്ഷിച്ചിരുന്നു. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്ത് ഖമേനിയുടെ വാഹന വ്യൂഹത്തെ അവർ തത്സമയം പിന്തുടർന്നു. രാത്രികാലങ്ങളിൽ നേതാക്കൾ ഒളിത്താവളങ്ങളിലേക്ക് മറയാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ഒത്തുചേരുന്ന പകൽ സമയം തന്നെയാണ് ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃത്യമായ സ്ഥാനം ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു മിസൈൽ ആക്രമണം. ഖമേനിയുടെ വധം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തത്സമയം കാണുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാൻ ഭരണകൂടത്തിന്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലിന് ചാരന്മാരുണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഖമേനിയുടെ വിശ്വസ്തനായ ഒരു മിലിറ്ററി കമാൻഡറാണ് വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊസാദിനെ തടയുവാൻ ഇറാൻ നിയോഗിച്ച യൂണിറ്റിന്റെ തലവൻ പോലും ഇസ്രായേലിന്റെ ഏജന്റ് ആയിരുന്നുവെന്ന് മുൻ ഇറാൻ പ്രസിഡന്റ് അഹമ്മദ് നെജാദ് വെളിപ്പെടുത്തിയത് ഇറാന്റെ സുരക്ഷാ വീഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. മൊസാദിന്റെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നത് അവരുടെ വനിതാ ഏജന്റുമാരാണ്. മൊസാദിലെ 40% ജീവനക്കാരും സ്ത്രീകളാണ്. ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഈ ഹണി ട്രാപ്പ് ശൃംഖല ഏത് രഹസ്യവും ചോർത്താൻ പ്രാപ്തരാണ്. ലെബനനിലെ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞ ക്രിസ്ത്യാന ബാർസനി ഇതിനൊരു ഉദാഹരണമാണ്. 7 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഫിസിക്സ് PhD ഉള്ള ക്രിസ്ത്യാനയെ പോലെയുള്ളവർ ഇന്നും ലോകത്തിനു മുന്നിൽ ഒരു പ്രഹേളികയായി തുടരുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പതിറ്റാണ്ടുകൾ നീണ്ട ആസൂത്രണവും ചേർന്നതാണ് ഇസ്രായേൽ ഈ ചാരശൃംഖല കെട്ടിപ്പടർത്തിയത്. സ്വന്തം രാജ്യത്തിനകത്ത് ചാരന്മാർ വലയം ചെയ്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇറാൻ നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നിഴയുദ്ധം എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.